കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ സാമുദായിക സന്തുലിതാവസ്ഥ പാലിക്കാത്തതിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം. പേയ്മെന്റ് സീറ്റ് ആക്ഷേപം നിലനിൽക്കുന്ന പുതുപ്പാടി ഡിവിഷനിലാണ് തർക്കം തുടരുന്നത്. പുതുപ്പാടി സീറ്റിൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കണമെന്നാണ് പ്രധാന ആവശ്യമായി വരുന്നത്. AK ലതീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ലതീഷ്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നേയുള്ളൂ. കോഴിക്കോടായാലും ഇവിടെ കൊച്ചി, തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും ജില്ലാ പഞ്ചായത്തുകളിലേക്കൊക്കെ ആയാലും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പേയ്മെന്റ് സീറ്റ് എന്ന ആക്ഷേപമുണ്ട്. അവിടെ പല വിഭാഗങ്ങൾക്കും സംവരണം ചെയ്തു വെച്ച സീറ്റുകൾ, ആ സീറ്റുകളിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ, പലരുടെയും സ്വന്തം അടുത്ത ആൾക്കാരെ തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പുതുപ്പാടി ഡിവിഷനിൽ എന്താണ് കോൺഗ്രസുകാർ ആരോപിക്കുന്നത്? കോൺഗ്രസുകാരുടെ പ്രധാന പ്രശ്നം എന്താണ് പുതുപ്പാടി ഡിവിഷനെ സംബന്ധിച്ച്? വിനിഷ, തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ആകെയുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ 28 ഡിവിഷനുകളിൽ 14 ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. പുതുപ്പാടി ഡിവിഷൻ സംബന്ധിച്ചാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത്. അതായത് പുതുപ്പാടി ഡിവിഷനിൽ പ്രവാസി വ്യവസായിയായ ഒരാൾക്ക് സീറ്റ് നൽകാനാണ് നിലവിൽ DCC നേതൃത്വത്തിൻ്റെ തീരുമാനമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം കഴിഞ്ഞ ദിവസം തന്നെ ഉടലെടുത്തിരുന്നു. ഇത് പേയ്മെൻറ്റ് സീറ്റാണ് എന്ന ആക്ഷേപമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. KPCCക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് പരാതി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക KPCC നേതൃത്വത്തിൻ്റെ കൂടി സമ്മതത്തോടും അറിവോടും കൂടി ആയിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സീറ്റ് അതേസമയം തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നൽകണം എന്നത് സംബന്ധിച്ചൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പേയ്മെൻറ്റ് സീറ്റ് തർക്കം നിലനിൽക്കുന്ന പുതുപ്പാടിയിലാണ് കോൺഗ്രസിന് പുതിയ തലവേദനയായി പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണം എന്ന ഒരാവശ്യം ഉയർന്നിരിക്കുന്നത്. മറ്റ് സീറ്റുകളിൽ പ്രധാനമായും താമരശ്ശേരി, അതേപോലെ തന്നെ കോടഞ്ചേരി, കൂരാച്ചുണ്ട്, ഓമശ്ശേരി തുടങ്ങിയ സീറ്റുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാരശ്ശേരി, അതേപോലെ തന്നെ കോടഞ്ചേരി, കൂരാച്ചുണ്ട്, താമരശ്ശേരി, ഓമശ്ശേരി ഈ 5 സീറ്റുകളും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകാനാണ് ഇപ്പോൾ കോൺഗ്രസിൽ ധാരണയായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സീറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നൽകണം എന്നാണ് ആവശ്യം ഉയരുന്നത്. അത് സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്നതിന് സഹായിക്കും, അത് കോൺഗ്രസിന് സഹായകമാകും എന്നാണ് ഈ ഒരു വാദം ഉയർത്തുന്ന ആളുകൾ, നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഇനി എടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ പുതുപ്പാടി സീറ്റ് സംബന്ധിച്ച് വിഷയം KPCC മുമ്പാകെയാണ് ഉള്ളത് എന്നതിനാൽ തന്നെ KPCCയുടെ കൂടി ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 28 ഡിവിഷനുകളാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലുള്ളത്. 14 ഡിവിഷനിൽ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. 7 ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം DCC നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി 7 സീറ്റുകളിൽ ഈ പുതുപ്പാടി ഉൾപ്പെടെയുള്ള സീറ്റുകളിലാണിപ്പോൾ അനിശ്ചിതത്വവും തർക്കവും നിലനിൽക്കുന്നത്. വിനിഷ, ശരി. ഏതായാലും കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ പല ഡിവിഷനിലേക്കുള്ള സീറ്റുകൾ സംബന്ധിച്ച് പുതുപ്പാടി അടക്കം പല സീറ്റുകളിലേക്കും കോൺഗ്രസിനിടയിൽ തന്നെ ഒരു അനിശ്ചിതത്വമുണ്ട്. ഏതായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ തീയതി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.